ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മാത്സ്ഡോ. ഇറ്റ്സ് മീ വിദ്യ. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ബയോളജി 10th പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഈ വീഡിയോ കാണുന്നതിന്റെ മുന്നേ നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ്, അതായത് 1 to chapter 6 വരെ റിവിഷൻ ആക്കിയിട്ട് ഒരു ലെസ് ദാൻ ഹാഫ് ആൻ അവർ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഐ വുഡ് സജസ്റ്റ് ദാറ്റ് ഇത് കാണുന്നതിന്റെ മുന്നേ അത് സമയമുണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി. കാരണം നമ്മൾ അതിൽ പറഞ്ഞ ഒരുപാട്, ഐ മീൻ ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദ ടോപ്പിക്സ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനൊരു 3 years ബാക്ക് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറും ഈ വർഷത്തെ എല്ലാം കൂടെ റെഫർ ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദാറ്റ്. അപ്പൊ ആദ്യം ഞാൻ കുറച്ച്, നിങ്ങൾക്ക് അറിയാലോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒക്കെ പാറ്റേൺ ഒക്കെ അറിയണ്ടാവും, പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ എക്സാമും എഴുതി, ഇപ്പൊ ഒരു എക്സാമും കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ എക്സാം എങ്ങനെ എഴുതേണ്ടതെന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കിടക്കാം. അപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് വരിക ആൻസർ ക്വസ്റ്റ്യൻസ് 1 to 4 ആയിരിക്കും അല്ലെ. ഓരോന്നിനും ഓരോ മാർക്ക് ഉണ്ടായിരിക്കും. നമ്മൾ കുറച്ച് 1 mark ക്വസ്റ്റ്യൻസ് കുറച്ച് അധികം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. വിച്ച് among the following is not a component of a nucleotide? ന്യൂക്ലിയോടൈഡിന്റെ കോമ്പണന്റ് അല്ലാത്തത് ഏതാന്നാ ചോദിച്ചത്. ഫോസ്ഫേറ്റ്, ബി ഷുഗർ, സി പ്രോട്ടീൻ, ഡി നൈട്രജൻ ബേസ്. എന്താ? പ്രോട്ടീൻ അല്ലേ. പ്രോട്ടീൻ മാത്രമാണ് കോമ്പണന്റ് അല്ലാത്തത്. ഫോസ്ഫേറ്റും ഷുഗറും നൈട്രജൻ ബേസും ഒക്കെ എന്താണ്, ഒരു ന്യൂക്ലിയോടൈഡിന്റെ കോമ്പണന്റ് ആണ്. അപ്പൊ നമ്മൾ ആൻസർ എഴുതുമ്പോൾ എപ്പോഴും 1 മാർജിന്റെ അപ്പുറത്തിട്ട് എഴുതിയിട്ട് ഓപ്ഷൻ സി എന്നെടുത്ത് എഴുതി പ്രോട്ടീൻ എഴുതുക. ഇങ്ങനെ എഴുതുന്നതാണ് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു റൈറ്റ് ലൈക്ക് ദിസ്. അതായത് 1 എഴുതിയിട്ട് ജസ്റ്റ് പ്രോട്ടീൻ എഴുതുന്നേക്കാൾ നല്ല ഓപ്ഷൻ കംപ്ലീറ്റ് എഴുതി എത്രാമത്തെ ഓപ്ഷനാന്ന് വെച്ചാൽ, കാരണം ടീച്ചേഴ്സിനെല്ലാം ആൻസർ കീ ആയിരിക്കും ഉണ്ടാവുക. ഒബ്വിയസ്ലി അവർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളും ഈസിയറും ആയിരിക്കും. അപ്പൊ നിങ്ങളെ വാല്യുവേഷനും ഈസിയർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എഴുതുന്ന പാറ്റേൺ അറിയാലോ എല്ലാവർക്കും. അപ്പൊ അതിനനുസരിച്ച് തന്നെ എഴുതാൻ മടി കാണിക്കരുത്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് എഴുതാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് വൺ ഫ്രം ദ ഗിവൺ പെയർസ്. തന്നിരിക്കുന്നതിൽ കറക്റ്റ് വൺ ഏതാന്നാ ചോദിച്ചേട്ടോ. കറക്റ്റ് വൺ, മോണോസൈറ്റ് സ്റ്റിമുലേറ്റ് അതർ വൈറ്റ് ബ്ലഡ് സെൽസ് ആണോ? മോണോസൈറ്റിന്റെ ഫംഗ്ഷൻ എന്താ? എൻഗൾഫ് ചെയ്യലായിരുന്നു അല്ലെ. പിന്നെ ലിംഫോസൈറ്റ് എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് ജേംസ്. ലിംഫോസൈറ്റിന്റെ ഫംഗ്ഷൻ എൻഗൾഫ് ചെയ്യലാണോ? അല്ല. ലിംഫോസൈറ്റിന്റെ പണി എന്താ? ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് അല്ലെ. ന്യൂട്രോഫിൽ ആണെന്നുണ്ടെങ്കിൽ ഐഡന്റിഫൈസ് ആൻഡ് ഡിസ്ട്രോയ്സ് ജേംസ് സ്പെസിഫിക്കലി ആണോ? അല്ല. ന്യൂട്രോഫിലിന്റെ പണി എന്താണ്? ന്യൂട്രോഫിലും എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് ജേംസ് ആണ്. ഈസ്നോഫിൽ എന്താ? സിന്തസിസ് കെമിക്കൽസ് റിക്വയർഡ് ഫോർ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. യെസ്, ഈസ്നോഫിൽ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ആണ്, ഐഡന്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫ്രൂട്ട് ഫോർമേഷൻ, ഓക്സിൻ. റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് എന്താന്നാ ചോദിച്ചത്. റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് ആരാ? എത്തിലീൻ ഇല്ലേ. റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ്, എത്തിലീന് പഠിച്ചു വെച്ചുകൊണ്ട് റൈപ്പൻ ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് എത്തിലീൻ. ഓക്കെ, ദ ടെക്നോളജി യൂസ് ടു ഐഡന്റിഫൈ ദ ലൊക്കേഷൻ ഓഫ് എ ജീൻ ഇൻ ദ DNA റെസ്പോൺസിബിൾ ഫോർ എ പർട്ടിക്കുലർ ട്രെയ്റ്റ് ഈസ്. ഒരു പർട്ടിക്കുലർ ട്രെയ്റ്റിനുള്ള ഐഡന്റിഫൈ ദ ലൊക്കേഷൻ ഓഫ് എ ജീൻ. ജീനിന്റെ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാം. ലൊക്കേഷൻ ആരാ തരിക? മാപ്പ്. ജീൻ മാപ്പിംഗ്. ജീൻ തെറാപ്പി അല്ല, പ്രൊഫൈലിംഗ് അല്ല, DNA ഫിംഗർ പ്രിന്റിംഗും അല്ല. എന്താണ്? ജീൻ മാപ്പിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കറക്റ്റ് ദ മിസ്റ്റേക്ക് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻഡ് പാർട്ട് ഓഫ് ദി ഗിവൺ സ്റ്റേറ്റ്മെന്റ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനാ പറഞ്ഞത്. First, that the panspermia argues that the life originated in some other planet in the universe and accidentally reached the earth. അത് തന്നെയാണ് പാൻസ്പെർമിയ തിയറി പറയുന്നത്. വേറെ എവിടെയോ ലൈഫ് ഉണ്ടായിട്ട് ഭൂമിക്ക് അത് എത്തിയതാണ് പറയുന്നത്. ഹ്യൂഗോ ഡേവ്രിസ് is the scientist who put forward the scientific theory of evolution called natural selection. ആളാരാ? അതാണ് തെറ്റ്. നാച്ചുറൽ സെലക്ഷൻ ആരാ കൊണ്ടുവന്നേ? ചാൾസ് ഡാർവിൻ. ഹ്യൂഗോ ഡേവ്രിസിന്റെ എന്താണെന്നറിയോ? മ്യൂട്ടേഷൻ തിയറി എന്ന തിയറി ഉണ്ട്, അതാണ് ഹ്യൂഗോ ഡേവ്രിസിന്റെ. ഓക്കെ, ഓർഗൻസ് ദാറ്റ് ആർ സിമിലർ ഇൻ സ്ട്രക്ചർ ആൻഡ് പെർഫോം ഡിഫറെന്റ് ഫംഗ്ഷൻസ് ആർ കോൾഡ് ഹോമോലോഗസ് ഓർഗൻസ്. നമ്മൾ പറഞ്ഞതാണ് റിവിഷൻ ക്ലാസ്സിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ റിലേഷൻഷിപ്പ് ഇൻ എ ആൻഡ് ഫിലിൻ ബി. ഡോർമൻസി ഓഫ് എംബ്രിയോ, അബ്സിസിക് ആസിഡ്. ഡോർമൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അബ്സിസിക് ആസിഡ്. ഫ്രൂട്ട് ഫോർമേഷൻ ആരാ? ഫ്രൂട്ട് ഫോർമേഷൻ ജിബെർലിൻസ് ആണ്. ഓക്കെ, next one, hybridization of two contrasting traits of the character seed color illustrated below, which will be the recessive trait of the F1 generation. ഇതില് F1 generationന്റെ recessive trait ഏതാന്നാ ചോദിച്ചേ. യെല്ലോ സീഡും ഉണ്ട്,
ക്രോസ് ഇതുണ്ട്. അപ്പൊ ഇതില് നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുമ്പോൾ വൈയും ആയിരിക്കും. അതായത് അവർ ക്രോസ് ചെയ്തുണ്ടാവുന്നത് എന്താണ്? ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ആണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ജനറേഷന്റെ റെസസീവ് ട്രേറ്റ് ഏതാന്നാ? ഇതേതാ? ക്യാപിറ്റൽ വൈ സ്മോൾ വൈ എന്ന് പറയുമ്പോൾ എന്തായിട്ടാണ് വരിക? യെല്ലോ സീഡാണ് അല്ലെ? യെല്ലോ സീഡാണ് കാണിച്ചത്. അപ്പൊ ഇവിടുത്തെ റെസസീവ് ആരായിരിക്കും? ഗ്രീൻ സീഡ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഏതാണ്? ഗ്രീൻ കളർ ആയിരിക്കും, ഗ്രീൻ ആയിരിക്കും അടുത്തതിന്റെ റെസസീവ് ട്രേറ്റ് ആയിട്ട് വരിക. ഓക്കെ, ഗ്രീൻ അഥവാ സ്മോൾ വൈ ആയിരിക്കും അടുത്തതിന്റെ റെസസീവ് ട്രേറ്റ് ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് എവിഡൻസ് സപ്പോർട്ട് ദ ഹൈപ്പോത്തസിസ് ഗിവൺ ബിലോ? തന്നിരിക്കുന്ന ഒരു ഹൈപ്പോത്തസിസ് ആണ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് ആണ് ചോദിക്കുന്നത് കേട്ടോ. ലൈഫ് ഒറിജിനേറ്റഡ് ഇൻ സം അതർ പ്ലാനറ്റ് ഇൻ ദ യൂണിവേഴ്സ് ആൻഡ് ആക്സിഡന്റലി റീച്ച്ഡ് ദ എർത്ത്. വേറെ എവിടെയോ അത് പാൻസ്പെർമിയ തിയറി ആണ് അല്ലെ? പാൻസ്പെർമിയ ആണ് ചോദിച്ചത്, പാൻസ്പെർമിയ ആണോന്നല്ല. എന്താണ്? ലൈഫ് വേറെ എവിടെ ഒറിജിനേറ്റ് ചെയ്തു, ആക്സിഡന്റലി എർത്തിൽ എന്നുള്ളതിനുള്ള എവിഡൻസ് എന്താണെന്നാ? എവിഡൻസ് എന്താ? ജീവനുള്ള എല്ലാ വസ്തുക്കളിലും നമ്മൾ കാണുന്നതാണ് എന്ത്? ഓർഗാനിക് സബ്സ്റ്റൻസ്. മീറ്റിയോർ, അവിടെ നിന്നിട്ട് മറ്റു ഇതിൽ വന്നത് എന്താണ്? മീറ്റിയോർസ് ആണ്. ആ മീറ്റിയോർസിലും എന്തുണ്ടായിരുന്നു? മീറ്റിയോർസില് ഓർഗാനിക് സബ്സ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആൻസർ ഓർഗാനിക് സബ്സ്റ്റൻസ് സീൻ ഇൻ മീറ്റിയോർ എന്നാണ്. ഉൽക്കകളിൽ കണ്ടിട്ടുള്ള ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ്. തിയറി ഏതാ ചോദിച്ചാൽ പാൻസ്പെർമിയ തിയറി എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് കോമ്പിനേഷൻ ഫ്രം ദ ഫോളോയിങ്. തന്നിരിക്കുന്നതിൽ കറക്റ്റ് കോമ്പിനേഷൻ, കുറെ കോമ്പിനേഷൻ തന്നിട്ടുണ്ട്, കുറച്ച് ഓപ്ഷൻസും ഇവിടെ തന്നിട്ടുണ്ട്. പ്ലാനേറിയ ഐസ്പോട്ട് ടേസ്റ്റ് അല്ല. ഷാർക്കിന്റെ ജേക്കബ്സൺ ഓർഗൻ അല്ല. സ്നേക്കിന് ലാറ്ററൽ ലൈൻ അല്ല. സ്നേക്കിന്റെ ആണ് എന്ത്? ജേക്കബ്സൺ ഓർഗൻ. ഓക്കെ, ഷാർക്കിനാണ് ലാറ്ററൽ ലൈനും ബോഡി ബാലൻസും ഉള്ളത്. ഹൗസ് ഫ്ലൈ ഒമാറ്റീഡിയ ലൈറ്റ്, അതാണ് കറക്റ്റ് അല്ലെ? ഹൗസ് ഫ്ലൈ ഒമാറ്റീഡിയ ലൈറ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കറക്റ്റ് മിസ്റ്റേക്ക് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻഡ് പാർട്ട് ഓഫ് ദി ഗിവൺ സ്റ്റേറ്റ്മെന്റ്. ഏതെങ്കിലും അണ്ടർലൈൻഡ് പാർട്ടിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ? ദ കംപ്ലീറ്റ് ജനറ്റിക് മെറ്റീരിയൽ പ്രസന്റ് ഇൻ ആൻ ഓർഗാനിസം ഈസ് കോൾഡ് ജീനോ. നമ്മൾ ഓൾറെഡി പറഞ്ഞത് ശരിയാണ്. ജീൻ മാപ്പിംഗ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ ദ ലൊക്കേഷൻ ഓഫ് എ പർട്ടിക്കുലർ ജീൻ ഇൻ ദ DNA. ശരിയാണ്. DNA പർട്ടിക്കുലർ ഇത് കണ്ടുപിടിക്കാനാണ് ജീൻ മാപ്പിംഗ് ഉള്ളത്. ടെക്നോളജി ഓഫ് ടെസ്റ്റിംഗ് ദ അറേഞ്ച്മെന്റ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഈസ് ജീൻ തെറാപ്പി. തെറ്റ്. അതിനെന്താ നമ്മൾ പറയാ? DNA ഫിംഗർ പ്രിന്റിംഗ്. DNA ഫിംഗർ പ്രിന്റിംഗ്. ഇന്റർഫെറോൺസ് ആർ ദ പ്രോട്ടീൻസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് വൈറൽ ഡിസീസ്. നെക്സ്റ്റ് വൺ, ചൂസ് ദ കറക്റ്റ് പെയർ ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻ. തന്നിരിക്കല് കറക്റ്റ് പെയർ. ENT ഇയർ നോസ് ത്രോട്ട് ആണ്. ട്രീറ്റ്മെന്റ് ഓഫ് ഐ ആണോ? അല്ല. അതിനെന്താ? ട്രീറ്റ്മെന്റ് ഓഫ് ഐ നമ്മൾ എന്താ പറയാ? ഓഫ്താൽമോളജി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓഫ്താൽമോളജി ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ കൊടുത്തിട്ടുണ്ട്. ആണോ? അല്ല. ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ എന്താണ്? ഓങ്കോളജിയാണ്. ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസറിന് നമ്മൾ ഓങ്കോളജി എന്നാ പറയാം. കാർഡിയോളജി ഇവിടെ ട്രീറ്റ്മെന്റ് ഓഫ് ഹാർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ശരിയാണ് അല്ലെ? അപ്പൊ അതെടുത്ത് എഴുതാം. Next one, correct mistake if any in the underlined part of the given statement. Gibberellin stimulates breakdown of stored food to facilitate germination എന്നാണ് പറയുന്നത്. ഓക്കെ, അതെന്താണ്? മിസ്റ്റേക്ക് ഉണ്ടെങ്കിലാണ് ജിബെർലിൻ ബ്രേക്ക് ഡൗൺ ചെയ്യാനും ജെർമിനേഷനും സഹായിക്കുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആണ്. എത്തലീൻ പ്രൊമോട്ട് ദ ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ്സ് അല്ല. ടെർമിനൽ ബഡ്സിന്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് ഓക്സിൻ. ഓക്കെ, പിന്നെ അതേപോലെ സൈറ്റോകൈനിൻ മെയിൻറ്റെയിൻസ് ദ ഡോർമെൻസി ഓഫ് എംബ്രിയോ എന്ന് പറയുന്നുണ്ട്. സൈറ്റോകൈനിൻ അല്ല ഡോർമെൻസിന്റെ എംബ്രിയോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതാരാണ്? അബ്സിസിക് ആസിഡ്. നമ്മളിപ്പോ നേരത്തെ ഓൾറെഡി പറഞ്ഞു, അബ്സിസിക് ആസിഡ് ആണ് അത് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ജനറ്റിക് മേക്കപ്പ് ഓഫ് ഹ്യൂമൻ ഫീമെയിൽ ഈസ് 44 plus X and that is of male is 44 plus Y. XY അറിയാം. വാട്ട് ഡു ദ XX and XY? XXും XY എന്താ? സെക്സ് ക്രോമസോംസ് ആണ്. എന്താണ്? സെക്സ് ക്രോമസോംസ് അല്ലേ? മറ്റേന്താണ്? സൊമാറ്റിക് സെൽസും ഉണ്ട്, ജെം സെൽസും ഉണ്ട്. അതിലുള്ള ഇവരാണ് സെക്സ് ക്രോമസോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ കോമൺ ഫീച്ചർ എന്ന്. ഇതിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതിൽ ചിമ്പാൻസി, ഗൊറില്ല, ഒറാങ്കുട്ടാൻ ഹോമിനോയിഡിയാണ് അല്ലെ? നമുക്കറിയാം ഹോമിനോയിഡിയാണ്. മങ്കി മാത്രം സർക്കോപിത്തക്കോയിഡിയാണ്. അപ്പൊ ആരാണ്? ഓഡ് വൺ, മങ്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ഇല്ലസ്ട്രേഷൻ ഇൻഡിക്കേറ്റ്? ഇതാണ് ഇല്ലസ്ട്രേഷൻ. ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ട് അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഈ ചിത്രം എന്താ?
ചിത്രം എന്താ? ന്യൂക്ലിയോടൈഡ് ആണ് അല്ലെ? ഇതെന്താണ്? ഒരു ന്യൂക്ലിയോ ടൈഡിന്റെ ചിത്രമാണ്. അത്ര എഴുതിയാൽ മതി. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ പിഗ്മെന്റ് പ്രസന്റ് ഇൻ ദ ഗിവൺ ഫോട്ടോ റിസെപ്റ്റർ സെൽ. ഇതാണ് ഫോട്ടോ റിസെപ്റ്റർ സെല്ല്. ഇത് ഏതാ ഷേപ്പ്? കോൺ ഷേപ്പ്. അതുകൊണ്ട് ഇത് കോൺസെല്ലാണ്. കോൺസെല്ലാണെന്ന് എഴുതേണ്ട. ചോദ്യം ഫോട്ടോ റിസെപ്റ്ററിലെ പിഗ്മെന്റ് ഏതാന്ന് ചോദിച്ചാൽ കോൺസെല്ലിൽ കാണപ്പെടുന്ന പിഗ്മെന്റ് ഏതാ? ഫോട്ടോപ്സിൻ അഥവാ അയോഡോപ്സിൻ ആണ്. ഓക്കെ, ഫോട്ടോപ്സിൻ അഥവാ അയോഡോപ്സിൻ. മറ്റേത് റോഡ് സെല്ലാണ്, അവിടെ റോഡോപ്സിൻ ആണ് കാണപ്പെടുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗീവ് റീസൺ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് മുഴുവൻ എന്താണ്? ഇത്രയും പറഞ്ഞതൊക്കെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ട് കുറച്ച് അധികം പറഞ്ഞതന്നേ ഉള്ളൂ. നെക്സ്റ്റ് വൺ ഇങ്ങനെ ആയിരിക്കും എക്സാമിന് വരും. 5 to 9 ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടാവും തോന്നുന്നു. ഈച്ച് ക്യാരി 2 scores, 2 മാർക്കായിരിക്കും ഉണ്ടാവും ഓരോന്നിനും. അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗീവ് റീസൺ. കളർ ബ്ലൈൻഡ്നെസ് എഫക്ട്സ് മോർ മെൻ ഫ്രീക്വന്റ്ലി. കോൺ സെൽ പ്രൊവൈഡ് കളർ വിഷൻ. അതിലൊന്ന് കളർ ബ്ലൈൻഡ്നെസ് എഫക്ട് മെയിൽസ് മോർ എന്ന്. അതെന്താ? മെയിൽസിന്റെ ക്രോമസോം ഏതാ? എക്സും വൈ ആണ്. കളർ ബ്ലൈൻഡ്നെസ് എഫക്ട് ചെയ്യുന്നത് ഏതിനെയാണ്? എക്സിനെയാണ്. ഫീമെയിലിൽ എക്സ് ഉണ്ടായത് കൊണ്ട് ഒന്നിലായാലും കുഴപ്പമില്ല. ഒന്നിലായാലും മറ്റേത് പുറത്തെടുത്ത് കാണുമല്ലോ, റെസസീവ് ആയിട്ടേ വരുള്ളൂ. മെയിലിൽ ആകെ ഒരൊറ്റ എക്സ് ഉണ്ടായതുകൊണ്ട് അത് പുറത്ത് കാണിക്കും. വായിച്ചു തരാണെങ്കിൽ ദ ഡിഫക്റ്റീവ് ജീൻ ദാറ്റ് കോസസ് ദിസ് ഈസ് ദ എക്സ് ക്രോമസോം എന്ന് എഴുതാം. എന്നിട്ട് മെൻ ഓൺലി ഹാവ് 1 എക്സ് ക്രോമസോം. So if they have the defective gene that cause color blindness in the X chromosome, they will have color blindness. ഈസി ആയിട്ട് പറഞ്ഞാൽ അങ്ങനെ. കോൺസെൽസ് പ്രൊവൈഡ് കളർ വിഷൻ എന്നാണ് അടുത്ത കാര്യം പറയുന്നത്. കോൺസെൽസ് കളർ വിഷൻ തരുന്നു. എന്താണ്? കളർ വിഷൻ ഈസ് മെയ്ഡ് പോസിബിൾ വെൻ 3 types ഓഫ് കോൺസെൽസ് ഗെറ്റ് സിമുലേറ്റഡ് ഇൻ വാരിയിങ് പ്രൊപ്പോർഷൻ ആൻഡ് എക്സ്പോസ് ടു കളർ. അല്ലെ, നമ്മൾ 3 ടൈപ്പ് കോൺസെൽസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതും പറയാം. ഓക്കെ, പല ടൈപ്പ് കോൺസെൽസ് ഉണ്ട്, എം കോൺ ഉണ്ട്, എസ് കോൺ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതും അങ്ങനെ പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ, അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ 2 fluids in the eye and answer the question. വാട്ടറി ഫ്ലൂയിഡ് ഉണ്ട്, ജെല്ലി ഫ്ലൂയിഡ് ഉണ്ട്. പറഞ്ഞു വാട്ടറി ഫ്ലൂയിഡ് ആണ്, വാട്ടർ ആണ് അക്വസ്. അപ്പൊ അക്വസ്. മറ്റേത് എന്താണ്? ജെല്ലി ആണെങ്കിൽ വിട്രിയസ്. അല്ലെ, ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ നെയിംസ്. അപ്പൊ അക്വസ് ഫ്ലൂയിഡും വിട്രിയസ് ഫ്ലൂയിഡും പറഞ്ഞു. പിന്നെ അഥവാ അക്വസ് ഹ്യൂമറും വിട്രിയസ് ഹ്യൂമർ. ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അക്വസ് ഹ്യൂമർ, വിട്രിയസ് ഹ്യൂമർ. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഈച്ച്? വിട്രിയസ് ഹ്യൂമറിന്റെ അക്വസ് ഹ്യൂമറിന്റെ ഫങ്ഷൻ എന്താണ്? പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാലും പിന്നെ ന്യൂട്രിയൻസ്, ഓക്സിജൻ കൊടുക്കലെന്ന് പറഞ്ഞു. വിട്രിയസ് ആണെന്നുണ്ടെങ്കിൽ ഐബോളിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യലാണെന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഗിവൺ ഇൻഡിക്കേറ്റേഴ്സ് അബൌട്ട് എ ഡിസീസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. മൊസ്കിറ്റോ ബോൺ ഡിസീസ് ഉണ്ട്. ദ അഫക്റ്റഡ് പാർട്ട് ഓഫ് ദ ബോഡി സ്വെൽസ്. മൊസ്കിറ്റോ ബോൺ ആണ്, കൊതുക് കാരണമാണ് അഫക്റ്റഡ് ബോഡി സ്വെൽ ചെയ്യുന്നത്. ഏതാ? വീർക്കും. അതേതാ? ഫിലാരിയാസിസ്. ചോദ്യം എന്താ? നെയിം ദ ഡിസീസ് വിച്ച് മൊസ്കിറ്റോ സ്പ്രെഡ്സ് ഇറ്റ്. ഡിസീസിന്റെ പേര് ഫിലാരിയാസിസ് എന്ന് എഴുതാം. പിന്നെ അങ്ങനെ ഡിസീസ് എഴുതിട്ട് ഹൈഫണായിട്ട് ഫിലാരിയാസിസിനും നെയിം ഓഫ് ദ മൊസ്കിറ്റോ എന്ന് പറഞ്ഞിട്ട് എന്താ എഴുതാം? മൊസ്കിറ്റോന്റെ പേരെന്താ? ഫീമെയിൽ ക്യൂലെക്സ് മൊസ്കിറ്റോ ആണെന്ന് എഴുതാം. ഓക്കെ, why does the affected part swells? Affected part swells എന്ന് പറഞ്ഞാൽ മൊസ്കിറ്റോ ബൈറ്റ്സ്. when the mosquito bites എന്ത് ചെയ്യുന്നു? ഈ മൊസ്കിറ്റോ ലിംഫില്, മൊസ്കിറ്റോ അല്ല, അതിന്റെ ലാർവ നമ്മളെ ലിംഫ് നോഡ്സിൽ ആണ് എന്ത് ചെയ്യാ? സ്റ്റേ ചെയ്യുക. ലിംഫ് നോഡ്സിൽ ഇവര് ലിംഫ് നോഡ് ബ്ലോക്ക് ചെയ്യും. അപ്പൊ ലിംഫ് നോഡ് എന്ത് ചെയ്തു? അങ്ങനെ ബ്ലോക്ക് ആകുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. ഫിലാരിയൽ വോം ലോഡ്ജ് ഇൻ ദ ലിംഫാറ്റിക് വെസൽ ആൻഡ് ഒബ്സ്ട്രക്ട് ദ നോർമൽ ഫ്ലോ ഓഫ് ലിംഫ് എന്ന് പറഞ്ഞാലും മതി. Next one, analyze the given statement about the disease and answer the question. A condition in which cells multiply through abnormal and uncontrolled cell division and spread to other part of the body. Abnormal uncontrolled cell division ആണ്. എന്താണ് അത്? ചോദ്യം എന്താ? How does this disease spread to other part of the body? ഇത് ഏതാ ഡിസീസ്? ഏതാ? അബ്നോർമൽ അൺകൺട്രോൾഡ് സെൽ ഡിവിഷൻ. ക്യാൻസർ ആണ് ഡിസീസ്. അത് ചോദിച്ചിട്ടില്ല. ഹൗ ഡസ് ദിസ് ഡിസീസ് സ്പ്രെഡ് ടു അതർ പാർട്ട് ഓഫ് ദ ബോഡി? എങ്ങനെയാണ്? ബ്ലഡും ലിംഫും വഴിയാണ്. ബ്ലഡിലൂടെയും ലിംഫിലൂടെയും വഴി ഈ സെൽസ് പല സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് നമുക്ക് സ്പ്രെഡ് ആവുന്നു. കോസസ് പറയുന്ന പല ടൈപ്പ് കോസസ് നമുക്ക് പറയാം. ജനറ്റിക് കോസസ് ഉണ്ട്, എൻവയോൺമെന്റൽ കോസസ് ഉണ്ട്, വൈറൽ ഇൻഫെക്ഷൻ ആവാം, ലൈഫ് സ്റ്റൈൽ ആവാം. ഇതിലെന്ത് പറയാം. ഓക്കെ, 2 പോയിന്റ് ഒക്കെ പറഞ്ഞാൽ മതി. 1 മാർക്കല്ലേ ഉണ്ടാവുക. Okay, next one, answer the question by analyzing the given statement.
എന്താ DNA ഫിംഗർ പ്രിന്റിംഗ് ഈസ് എ ടെക്നോളജി യൂസ്ഡ് ടു ഐഡന്റിഫൈ ഇൻഡിവിജ്വൽസ് ബൈ അനലൈസിംഗ് ദ അറേഞ്ച്മെന്റ് ഓഫ് ന്യൂക്ലിയോടൈഡ്. ശരിയാണോ? ശരിയാണ്. ചോദ്യം, ഹൗ ക്യാൻ ഇൻഡിവിജ്വൽസ് ബി ഐഡന്റിഫൈഡ് യൂസിംഗ് DNA ഫിംഗർ പ്രിന്റിംഗ് ടെക്നോളജി? എങ്ങനെയാണ് DNA ഫിംഗർ പ്രിന്റിംഗ് ടെക്നോളജി വഴി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? നമ്മളെന്താ നമ്മുടെ ഫിംഗർ പ്രിന്റ് വാരി ചെയ്യുന്ന പോലെ ഓരോരുത്തരുടെയും ന്യൂക്ലിയോടൈഡ് സീക്വൻസ്, DNA ന്യൂക്ലിയോടൈഡ് സീക്വൻസും ഡിഫറെന്റ് ആണ്. അങ്ങനെയാണ് നമുക്ക് ഇൻഡിവിജ്വൽസിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. Just as fingerprint that vary from person to person, the sequence of nucleotides in each person also vary. ഇവിടെ എന്താണ്, ന്യൂക്ലിയോടൈഡ്സും ഫിംഗർ പ്രിന്റ് പോലെ തന്നെ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറയുന്നത്. റൈറ്റ്. ഇനി അതർ യൂസസ്, ഒരുപാട് യൂസസ് ഉണ്ട്. എന്തൊക്കെ? കൾപ്രിറ്റ്സിനെ കണ്ടുപിടിക്കാം, ജനറ്റിക് ഡിസോർഡർ കണ്ടുപിടിക്കാം, ഹെറിഡിറ്ററി ഡിസീസ് കണ്ടുപിടിക്കാം, പിന്നെ എന്തേന്നു ബയോളജിക്കൽ റിലേഷൻ ബിറ്റ്വീൻ പാരന്റ് ആൻഡ് ഓഫ് സ്പ്രിംഗ്, എൻഡേഞ്ചേർഡ് ടു ട്രാക്ക് എൻഡേഞ്ചേർഡ് സ്പീഷീസ്, ലീനിയേജ് ബൈ ഐഡന്റിഫൈങ് ഫോസിൽ, വിക്ടിംസ് ഓർ ടു ഐഡന്റിഫൈ വിക്ടിംസ് ഓഫ് ആക്സിഡന്റ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സ്. ഏതെങ്കിലും രണ്ടെണ്ണം പറഞ്ഞാൽ മതി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, based on Darwin's theory of evolution, explain the following statement. Statement എന്താ? The variation in the beaks of finches in the Galapagos Islands resulted in their survival. ഫിഞ്ചസ് ഗാലപ്പഗോസ് ഐലൻഡിലെ ബീക്കിന്റെ വേരിയേഷൻ ആയതുകൊണ്ട് സർവൈവ് ചെയ്തത്. അത് അതുകൊണ്ടാണ്. ശരിയാണ്. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. എന്താണ്? സർവൈവൽ ആയിട്ടാണല്ലേ വേരിയേഷൻ. ഫേവറബിൾ വേരിയേഷൻ ഉണ്ടായി, അൺഫേവറബിൾ വേരിയേഷൻ ഉണ്ടായി. ഫേവറബിൾ വേരിയേഷൻ ഉണ്ടായ ബീക്സ് ഫിഞ്ചസിന് അതിന് ഇഷ്ടപ്പെട്ട അതിന് കഴിക്കാൻ പറ്റിയ തരത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുകയും അത് സർവൈവ് ചെയ്യുകയും അല്ലെ അതിന്റെ ഭക്ഷണത്തിനനുസരിച്ച് അത് ഇവോൾവ് ചെയ്ത് വരികയും ചെയ്തു. നമുക്ക് ദ ബീക്സ് ഓഫ് മീഡിയം സൈസ്ഡ് ഈറ്റിംഗ് ഫിഞ്ചസ് ആർ ഡിഫറെന്റ് ഫ്രം ദോസ് ഓഫ് ലാർജ് സീഡ് ഈറ്റിംഗ് ഫിഞ്ചസ്. അങ്ങനെ നമുക്ക് പറയാം അല്ലെ. പിന്നെ the beaks are their main means to obtain food. Birds with beaks of suitable shape or size depending on the availability of food resource in the environment will survive and produce more offspring. Suitable variation, favorable variation, survive, natural selection give rise to offspring. They reproduce and give rise to offspring. അങ്ങനെ പറയാം. ഓക്കെ ആണല്ലോ. നിങ്ങൾക്ക് ഞാൻ പറയുന്ന ക്വസ്റ്റ്യനിൽ എന്തെങ്കിലുമൊക്കെ ആൻസർ മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്പർ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. അതിന്റെ ആൻസർ ഞാൻ അയച്ചു തരികയോ അല്ലെങ്കിൽ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരികയോ ചെയ്യാം. ഓക്കെ. When a tall plant producing round seed was crossed with a dwarf plant producing wrinkled seed. Tall plant producing round, dwarf plant producing wrinkled seed. Genotype എന്ന് പറയുന്നത് capital T, small t, capital R, small r. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഗാമേറ്റ്സ് ആർ. ഇങ്ങനത്തെ ഒരു ചോദ്യം കണ്ടാൽ തന്നെ അയ്യോ എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ചെയ്യാതിരിക്കുക. ഐ മീൻ സ്കിപ്പ് ചെയ്യാതിരിക്കുക. അതൊന്നും എന്ത് ചെയ്യാം, നോക്കാം, കിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഗാമേറ്റ്സ് ആർ ലൈക്ലി ടു ബി പ്രൊഡ്യൂസ്ഡ് വെൻ ദിസ് പ്ലാന്റ് ഈസ് സെൽഫ് പോളിനേറ്റഡ്. സെൽഫ് പോളിനേഷൻ പറഞ്ഞാൽ അതിനെ കൊണ്ട് തന്നെ പോളിനേറ്റ് ചെയ്യിക്കാം അല്ലെ. ഇവിടെ എന്തൊക്കെയാ വരിക? ഗാമേറ്റ് ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ ഒന്ന് വരും അല്ലെ. ഒരു ടി ഒരു ആറും. അതേപോലെ തന്നെ ക്യാപിറ്റൽ ടി, സ്മോൾ ആർ വരും. ഓക്കെ. ഇനി അടുത്ത സ്മോൾ ടീനെ കൊണ്ട് സ്മോൾ ടി, ക്യാപിറ്റൽ ആർ വരും. അതേപോലെ തന്നെ സ്മോൾ ടി, സ്മോൾ ആറും വരും. ഇത്രയും സാധനമായിരിക്കും നമുക്ക് വരുന്ന ഗാമേറ്റ്. 1 2 3 4 ഗാമേറ്റ്സ്. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്ത, വിച്ച് ഫിനോടൈപ്പ് അപ്പിയർ ഇൻ ദ സെക്കൻഡ് ജനറേഷൻ ദാറ്റ് ആർ ഡിഫറെന്റ് ഫ്രം ദ പാരന്റ് ഓർഗാനിസം. പാരന്റ് ഓർഗാനിസത്തിൽ നിന്ന് വ്യത്യാസമായി ഉണ്ടാവുന്ന സെക്കൻഡ് ജനറേഷനിൽ ഉണ്ടാവുന്നത്. സെക്കൻഡ് ജനറേഷൻ, ഇതിപ്പോ ഫസ്റ്റ് ജനറേഷൻ ആണ്. ഇതിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പാരന്റിൽ നിന്ന് വ്യത്യാസമായി വരുന്ന രണ്ടെണ്ണം ഏതൊക്കെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. പാരന്റ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഈ ക്രോസ് ചെയ്യാന്. പാരന്റ് എന്തൊക്കെയായിരുന്നു? ടോൾ റൗണ്ട് സീഡും ഡ്വാർഫ് റിങ്കിൾഡ് സീഡായിരുന്നു. അപ്പൊ വരുന്ന എന്തായിരിക്കും? അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ടോള് റിങ്കിൾഡും ഡ്വാർഫ് റൗണ്ടും വരും. ഓക്കെ, നമ്മളിത് ഈ ക്രോസ് പഠിച്ചതാണ്. ടോള് റിങ്കിൾഡും വരും, രണ്ടെണ്ണം എക്സ്ട്രാ വരുന്നത് അതാണ്. അതേപോലെ ഡ്വാർഫും റൗണ്ടും വരും. അതാണ് പാരന്റിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് വരാൻ സാധ്യത ഉള്ളത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രോത്ത് ഇൻ ടെക്നോളജി പ്ലേസ് എൻ എസെൻഷ്യൽ റോൾ ഇൻ ദ സർവൈവൽ ആൻഡ് കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് ഇറ്റ്സ് ലിവിംഗ് ബീങ്. റൈറ്റ് 2 എക്സാമ്പിൾ ദാറ്റ് ജസ്റ്റിഫൈസ് ദിസ്. നമ്മളിപ്പോ ലാസ്റ്റ് പെട്ട വീഡിയോന്റെ ലാസ്റ്റ് ചാപ്റ്ററിന്റെ ഭാഗമാണിത്.
ഇതിലേതൊക്കെ ഇപ്പൊ സർവൈവലും നേച്ചർ കൺസർവേഷനും സഹായിക്കുന്നത് ക്രയോ പ്രിസർവേഷൻ പറയാം, വൈൽഡ് ലൈഫ് ട്രാക്കിംഗ് സെൻസേഴ്സ് പറയാം, പിന്നെ ബയോഡൈവേഴ്സിറ്റി ഡേറ്റ സെൻസേഴ്സ് എന്ന് പറയാം, ബയോ റെമഡിയേഷൻ. ഈ 4 ഏതെങ്കിലും 2 പേര് മാത്രം പറഞ്ഞാൽ മതി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. Next one, since the AB blood group does not have antibodies, it can receive blood from donors of any group. Do you agree with this statement? Why? AB blood ഗ്രൂപ്പുകാർക്ക് ആന്റിബോഡീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ആരുടെ കയ്യിലും ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അഗ്രി ചെയ്യുന്നുണ്ടോ? യെസ്, അഗ്രി. യെസ്, ആദ്യം അഗ്രി എന്ന് പറഞ്ഞിട്ട് അഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് അഗ്രി എന്ന് പറഞ്ഞിട്ട് വൈക്ക് ആൻസർ ആണ്. ബിക്കോസ് പറഞ്ഞിട്ട് ബാക്കി പറയാം. എന്താണ്? AB blood ഗ്രൂപ്പുകാർക്ക് ആന്റിബോഡീസ് ഇല്ല. സോ വെൻ ദേ റിസീവ് ബ്ലഡ് ഫ്രം അതർ there won't be no reaction between there won't be an antigen antibody reaction. കാരണം അവരുടെ ബോഡിയിൽ ആ വരുന്ന ആന്റിജൻ ആയിട്ട് റിയാക്ട് ചെയ്യാൻ അവരുടെ ബോഡിയിൽ ആന്റിബോഡി ഇല്ല. Agree, since AB blood group has no antibodies, it does not react with the antigens in the donor's blood and therefore blood clotting does not occur. Okay ആണല്ലോ. നെക്സ്റ്റ് പറയുന്നത്, observe the following illustration of a communicable disease transmitted by mosquito and answer the given question. ഇത് ഏതാണ് ഈ ചിത്രം കണ്ടിട്ട് തോന്നുന്നത്? ഐഡന്റിഫൈ ദ ഡിസീസ് ആൻഡ് റൈറ്റ് ഇറ്റ് സിംറ്റം. ഇത് ഏതാണ് ഡിസീസ്? മലേറിയയുടെ ഡിസീസ് അല്ലെ? മലേറിയന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ഫീവർ, ചില്ല് അല്ലെ, ഷിവറിങ്, അങ്ങനെ നമുക്ക് പലതും പറയാം. ഓക്കെ, ബോഡി പെയിന്, ഫെറ്റിഗ് ഒക്കെ പറയാം. പ്രിക്കോഷൻസ് പറയുന്നത് എന്താണ്? മോസ്കിറ്റോ കൺട്രോൾ ആണ് അല്ലെ? മോസ്കിറ്റോ വഴി പരത്തുന്നതായതുകൊണ്ട് തന്നെ പ്രിക്കോഷൻ എന്ന് പറയുന്നത് മോസ്കിറ്റോ കൺട്രോൾ ആണ്. അത്ര പറഞ്ഞാൽ മതി. മോസ്കിറ്റോ കൺട്രോൾ ആണ്. അതിന്റെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ ബി ക്വസ്റ്റ്യൻ ആയിട്ട് അതിന്റെ കൂടെ വന്നതാണ്. ഇത് ഇല്ലസ്ട്രേഷൻ ഷോസ് എ ഡിസീസ് ദാറ്റ് കോസസ് എക്സസീവ് ബ്ലീഡിംഗ് ഈവൻ ഫ്രം സ്മോൾ വൂണ്ട്. ഒബ്സർവ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഇത് ഏതാ? ചെറിയ മുറി വന്നാൽ ഒരുപാട് ബ്ലഡ് പോണ? യെസ്, ഹീമോഫീലിയ അല്ലെ? ഹീമോഫീലിയാണ്. നെയിം ദ ഡിസീസ്. ഹീമോഫീലിയ എന്ന് എഴുതുക. കോസ് എന്ന് പറയുന്നത് എന്താണ്? ജനറ്റിക് ആണ്. ഹീമോഫീലിയന്റെ ഡിഫക്ട് ഓഫ് ദ ജീൻ ദാറ്റ് കൺട്രോൾസ് ദ പ്രൊഡക്ഷൻ ഓഫ് പ്രോട്ടീൻസ് റെസ്പോൺസിബിൾ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പ്രോട്ടീൻസിൽ ഉണ്ടാവുന്ന ഡിഫക്റ്റ് ആണ്. സജസ്റ്റ് എനി മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റ് നമ്മൾ അവിടെ പറഞ്ഞു. സ്റ്റെം സെൽ തെറാപ്പി അഥവാ ജീൻ തെറാപ്പി പറയാം. ജീൻ തെറാപ്പി അഥവാ സ്റ്റെം സെൽ തെറാപ്പി പറയാം. ഓക്കെ, ഈസി അല്ലേ? ഞാൻ പറഞ്ഞില്ല, ആ റിവിഷൻ വീഡിയോ കണ്ടാൽ ഇതെനിക്ക് എല്ലാത്തിന്റെ ആൻസർ നിങ്ങൾക്ക് അപ്പൊ തന്നെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ, ആൻ ഇമ്പോർട്ടന്റ് ട്രെൻഡ് ഇൻ ഹ്യൂമൻ എവല്യൂഷൻ ഇസ് ഇല്ലസ്ട്രേറ്റഡ്. ഇവിടെ എന്താണ്? ക്രേനിയൽ കപ്പാസിറ്റി 350 എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ ക്രേനിയൽ കപ്പാസിറ്റി 1350 കാണിക്കുന്നുണ്ട്. ഓർഗാനിക് എവല്യൂഷൻ ഈ മനുഷ്യനായത് പറയുന്നു അല്ലെ? ഇതേതാ ആരാന്നൊന്നും പറയുന്നില്ല. How has this change that occurred through the process of evolution influenced the survival of modern humans? ഈ ചേഞ്ച് എങ്ങനെ മോഡേൺ ഹ്യൂമൻസിന്റെ സർവൈവലിനെ സഹായിച്ചു എന്നാണ് ഇവിടെ ആകെ തന്നിട്ട് ഒരൊറ്റ ഹിന്റ് ഉള്ളൂ. ക്രേനിയൽ കപ്പാസിറ്റി, ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടായപ്പോ ഫസ്റ്റ് ഇരുന്നത് എന്തായിരുന്നു? ക്വാഡ്രപ്പിൾസ് ആയിരുന്നു. പിന്നെ അതായത് 4 കാലിലായിരുന്നു. പിന്നെ ഇവര് ബൈപ്പെഡലായി. പിന്നെ എന്ത് ചെയ്തു? ബുദ്ധി കൂടിയപ്പോ എന്ത് ചെയ്തു? നമ്മള് ഡെഡിനെ ബറി ചെയ്തു. അതേപോലെ ടൂൾസ് ഉണ്ടാക്കി, ഹണ്ടിങ് സ്റ്റാർട്ട് ചെയ്തു, അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തു, അല്ലെ, ഇൻഡസ്ട്രി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ടെക്നോളജി കൊണ്ടുവന്നു. ഇതൊക്കെയാണ് ക്രേനിയൽ കപ്പാസിറ്റി കൂടുതൽ ഉണ്ടാകുന്നത്. അതാണ്ട് പറഞ്ഞാൽ മതി. ബ്രെയിൻ ഡെവലപ്മെന്റ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ചിത്രം തന്നെ മനസ്സിലായില്ലെങ്കിലും വായിച്ചൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് കുറെയൊക്കെ നിങ്ങൾ എന്താ പറയാ ഗിവ് അപ്പ് ചെയ്യണതാണ്. ചില ചോദ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലുള്ള റിജക്റ്റാ. ഇത് എനിക്കറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ സ്കിപ്പ് ചെയ്ത ഭാഗമാണ്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കോമൺ സെൻസ് യൂസ് ചെയ്തിട്ടും ക്ലാസ് നിന്ന് കേട്ട അറിവുണ്ടെങ്കിൽ തന്നെ ഉത്തരം എഴുതാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അങ്ങനെ പറയാം. ഇപ്പൊ ആൻസർ വായിച്ചു തരണമെങ്കിൽ, the increase in the size of the brain gave complex social behavior to make tools, to use language and to perform higher level cognitive function. Increase in cranial capacity has also helped man to adapt to changing environment, developmental culture, to use advanced technologies. അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, അപ്പൊ നമ്മള് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം ഇങ്ങനെയൊക്കെ ആവും വരിക. ഇനി നമുക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പറയാനുള്ളത്. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇതാണ് തന്നിരിക്കുന്ന ഇല്ലസ്ട്രേഷൻ. ഓക്കെ,
ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഇല്ലസ്ട്രേഷൻ. ഹൗ ഈസ് ദ മോളിക്യൂൾ എ ഫോംഡ് ഇൻ ദിസ് പ്രോസസ്? ഈ പ്രോസസ്സിൽ മോളിക്യൂൾ എ എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, എ മോളിക്യൂൾ എ എവിടെ? മോളിക്യൂൾ എ എന്താണ്? ഫോംഡ് ഫ്രം എ സ്പെസിഫിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഇൻ DNA വിത്ത് ദ ഹെൽപ്പ് ഓഫ് വേരിയസ് എൻസൈംസ്. ഒരുപാട് എൻസൈംസിൽ നിന്ന് ഉണ്ടായതാണ് മോളിക്യൂൾ എ. സ്പെസിഫിക് ന്യൂക്ലിയോടൈഡ് ആണെന്ന് പറയാ. ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഇൻ DNA വിത്ത് ദ ഹെൽപ്പ് ഓഫ് വേരിയസ് എൻസൈം. പിന്നെ എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് tRNA ആൻഡ് rRNA പറഞ്ഞിട്ടുണ്ട്. tRNA എന്താണ്, rRNA എന്താണ്? tRNA എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ RNA ആണ്. ക്യാരി സ്പെസിഫിക് അമിനോ ആസിഡ് ടു ദ റൈബോസോം ബേസ്ഡ് ഓൺ മെസ്സേജ് ഇൻ ദ mRNA. mRNAന്റെ മെസ്സേജ് അനുസരിച്ച് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുക അമിനോ ആസിഡ്സിനെ. rRNA ആണെങ്കിൽ റൈബോസോമൽ RNA ആണ്. പേര് തന്നെ ഉണ്ടല്ലോ, റൈബോസോമൽ RNA എന്നുള്ള ഒരു പോയിന്റ് ആക്കി എഴുതാം. ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോൺസ് ബിറ്റ്വീൻ അമിനോ ആസിഡ് ഓർ കമ്പൈൻ അമിനോ ആസിഡ് ടു മേക്ക് പ്രോട്ടീൻ. അമിനോ ആസിഡിനെ പ്രോട്ടീൻ ആക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ഇല്ലസ്ട്രേഷൻ XYZ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇതാണ് XYZ കേട്ടോ. ഇതെന്താ? ബ്ലഡ് ക്ലോട്ടിംഗ് ആണ് അല്ലേ? ഓക്കെ. വിച്ച് ഇമ്മ്യൂൺ മെക്കാനിസം ഈസ് ഷോൺ? എന്താ? ബ്ലഡ് ക്ലോട്ടിംഗ് ആണത് അല്ലെ? ബ്ലഡ് ക്ലോട്ടിംഗ് ഇമ്മ്യൂൺ മെക്കാനിസം ആണ്. എക്സ്പ്ലെയിൻ ഹൗ ദിസ് പ്രോസസ് ടേക്സ് പ്ലേസ്. നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി അല്ലെ? എന്താണ്? ഡാമേജ്ഡ് പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാവുന്നു, ത്രോംബോപ്ലാസ്റ്റിൻ ഉണ്ടാവുന്നു. ഈ ത്രോംബോപ്ലാസ്റ്റിൻ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നു. ത്രോംബിൻ ഫൈബ്രിനോജനെ ഫൈബ്രിൻ നെറ്റ്വർക്ക് ആക്കി മാറ്റുന്നു. അത്ര കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. നമ്മള് വീഡിയോയിൽ ഞാനൊരു ചാർട്ടൊക്കെ ആയിട്ട് കാണിച്ചിട്ടുണ്ട് പഠിക്കാൻ എളുപ്പത്തിന്. അപ്പൊ അത് റെഫർ ചെയ്താലും മനസ്സിലാവാത്തവർ അല്ലെങ്കിൽ അറിയാത്തവർ ജസ്റ്റ് ആ ഒരു പോർഷൻ ഒന്ന് പോയി കണ്ടു നോക്കുക. ഈസിയാണ് മനസ്സിലാക്കാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇതാണ് ഇല്ലസ്ട്രേഷൻ. ഇതെന്താ? ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആണ് അല്ലെ? Which immune response is shown? എന്താണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്? ഹൗ ഡസ് ദിസ് പ്രോസസ് ഹെൽപ്പ് ഇൻ ഡിസ്ട്രോയിങ് പാത്തജൻസ്? ഈ പ്രോസസ് എങ്ങനെ പാത്തജൻസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്? അത് നമ്മൾ പറഞ്ഞ സ്റ്റെപ്പ് പറയാം. അതായത് ഇവിടെ ഇഞ്ചുറി സംഭവിക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പറയും ഇഞ്ചുറി ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചുറി വഴി പാത്തജൻ കയറുന്നു. ഇഞ്ചുറി ഒക്കർ കഴിഞ്ഞാൽ അവിടുത്തെ സെൽസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഹിസ്റ്റാമിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഹിസ്റ്റാമിൻ പ്ലസ് അതർ കെമിക്കൽസ് ആണ് കേട്ടോ. അതർ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ പിന്നെ എന്ത് ചെയ്യുന്നു? ബ്ലഡ് വെസല് ഡയലേറ്റ് ചെയ്യുന്നു അല്ലെ? ബ്ലഡ് വെസൽ ഡയലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എന്ത് സംഭവിക്കുക? മോണോസൈറ്റും ന്യൂട്രോഫിൽസും സൈറ്റിലേക്ക് എത്തുന്നു അല്ലെ? മോണോഫില് ന്യൂട്രോസൈറ്റ് അറൈവ് ചെയ്യുന്നു. അവർ അറൈവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് അവരെന്ത് ചെയ്യുന്നു? ഫാഗോസൈറ്റോസിസ് ചെയ്യുന്നു അല്ലെ? അവര് ഫാഗോസൈറ്റോസിസ് ചെയ്ത് എൻഗൾഫ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ സ്റ്റെപ്പ് ഒക്കെ. അപ്പൊ അവിടെയൊക്കെയുള്ള സ്റ്റെപ്പ് ഒക്കെ നല്ല വൃത്തിക്ക് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് വൺ, അറേഞ്ച് ദ കോളംസ് ബി ആൻഡ് സി അക്കോർഡിംഗ് ടു കോളം എ. കോളം എക്ക് അനുസരിച്ച് ബിയും സിയും അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എ എന്താണ്? സെറീബ്രത്തിന്റെ പ്രത്യേകത എന്താ? സെറിബ്രം എന്താ? റോഡ് ഷേപ്ഡ് ആണോ? അല്ല. സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ തലാമസ് ആണോ? അല്ല. സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണോ? അല്ല. സെറിബ്രം എന്താണ്? ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ്. സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ആരാ? സെറിബെല്ലം ആണ്. മെഡുലോ ഒബ്ലോങ്കേറ്റന്റെ പണി എന്താ? മെഡുലോ ഒബ്ലോങ്കേറ്റ റോഡ് ഷേപ്ഡ് ആണ്. അപ്പൊ അവിടെ തീരുമാനമായി. ഇങ്ങനെ വരച്ചു വെക്കരുത് കേട്ടോ, എടുത്ത് റീഡ്രോ ചെയ്യണേ. പിന്നെ നമ്മളിപ്പോ സെറിബ്രം പറഞ്ഞു, ലാർജസ്റ്റ് പാർട്ട് പറഞ്ഞു. പിന്നെ സെറിബ്രത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇവോക്ക് സെൻസേഷൻ ആണ് സെറിബ്രത്തിന്റെ ഫംഗ്ഷൻ. സെറിബെല്ലം പറഞ്ഞു, സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടാണെന്ന് പറഞ്ഞു. സെറിബെല്ലത്തിന്റെ പണി എന്താണ്? മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം. മെഡുലോ ഒബ്ലോങ്കേറ്റ പറഞ്ഞു റോഡ് ഷേപ്ഡ് ആണ് പറഞ്ഞു. മെഡുലോ ഒബ്ലോങ്കേറ്റന്റെ പണിയാണ് ഇൻവോളണ്ടറി സംഭവങ്ങൾ കൺട്രോൾ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് വരച്ച് വെക്കണം. ഇങ്ങനെ വരച്ച് വെച്ചാൽ മാർക്ക് കിട്ടില്ല. സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ടേബിൾ വരയ്ക്കുക. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഇങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, അല്ല ABC എന്നൊക്കെ പറഞ്ഞ് ഫില്ല് ചെയ്യാനാണെങ്കിൽ അത് എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് വൺ, ഹിൻസ് റിലേറ്റഡ് ടു എ ഡിസീസ് ആർ ഗിവൺ, അനലൈസ് ദം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താ ഹിന്റ്? ജനറ്റിക് ഡിസീസ് ആണ്. നമ്മൾ ആകെ 2 പഠിച്ചിട്ടുള്ളൂ, സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ. എക്സസ് ബ്ലഡ് ഈസ് ലോസ്റ്റ് ഈവൻ ത്രൂ മൈനർ വൂൺസ്. എന്താണ്? ഹീമോഫീലിയ. അത് കണ്ടോ, ആ ചോദ്യം 2ാമത്തെ തൊട്ടാണ് ഈ വരുന്നത് കേട്ടോ. ഹീമോഫീലിയ. വൈ എക്സസ് ബ്ലഡ് ഈസ് ലോസ്റ്റ് ഈവൻ ദോ മൈനർ വൂൺസ് ഈസ് ഇൻ സച്ച് പേഷ്യൻസ്. എന്തുകൊണ്ടാണ് നമ്മൾ 2ാമത്തെ തൊട്ടാ പറയണേ? എന്താണ്? പ്രോട്ടീൻസ്, ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോട്ടീൻസ് അവരുടെ ബോഡിയിൽ ആബ്സെന്റ് ആണ്.
ഓക്കെ, ഹൗ ടെമ്പററി റിലീഫ് ഇസ് ബ്രോട്ട് ഇൻ ഫോർ. അങ്ങനത്തെ പേഷ്യൻസ് ടെമ്പററി റിലീഫ് എന്ന് പറയുന്നത് ഈ പ്രോട്ടീൻസ് നമ്മൾ ഇൻജെക്ട് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ബൈ ഇൻജെക്ടിങ് ദ ഡെഫിഷ്യന്റ് പ്രോട്ടീൻ. ഓക്കെ, ബൈ ഇൻജെക്ടിങ് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ബൈ ഇൻജെക്ടിങ് ദ ഡെഫിഷ്യന്റ് പ്രോട്ടീൻ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടേബിൾ ഷോയിങ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഓഫ് 3 persons ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഗിവൺ ബിലോ. ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആണെന്ന് ഓർക്കുക, ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഉള്ളതാണെന്ന് ഓർക്കുക. ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നു 70 to 100 എന്നാണ് നിങ്ങളെ ബുക്കിലുള്ളത് അല്ലെ. അപ്പൊ അനലൈസ് ഇറ്റ് ആൻഡ് ആൻസർ. എ എന്നാണ് 82 mg ആണ്, ബി ആണെങ്കിൽ 170 mg, സി ആണെങ്കിൽ 104, 178 ആണ് കേട്ടോ. 100 to 110 എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതില് ഡയബറ്റിക് ആരാന്നാ ചോദിക്കുന്നത്. ഓബ്വിയസ്ലി നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ആരാണ് ഡയബറ്റിക്. ബി ആണ് ഡയബറ്റിക്. വാട്ട് ഈസ് ദ കോസ് ഓഫ് ദിസ് ഡയബറ്റീസ് എന്നാണ് പറയുന്നത്. എന്താണ്? ഇൻസുലിൻ പ്രൊഡക്ഷൻ. ഡയബറ്റീസ് മെലിറ്റസ് ആണല്ലോ. അപ്പൊ ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയുക അല്ലെങ്കിൽ ഇൻസുലിൻ ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥ. ഓക്കെ, ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഓർ ദി ഇനബിലിറ്റി ഓഫ് ദ സെൽസ് ടു യൂട്ടിലൈസ് ഇൻസുലിൻ പ്രൊഡ്യൂസ്ഡ്. വാട്ട് ആർ ദ സിംറ്റംസ്? സിംറ്റംസ് നമ്മൾ ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? തേഴ്സ്റ്റ്, പിന്നെ എന്താ ഹങ്കർ, ഇൻക്രീസ്ഡ് ഹങ്കർ, പിന്നെ യൂറിനേഷൻ, ഫ്രീക്വന്റ് യൂറിനേഷൻ എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the flow chart and hints related to a theory of evolution are given below. Analyze them and answer the question. Overproduction, A. Those with no favorable variation, those with favorable variation. Destroyed, B ഉണ്ട്, സർവൈവ്. ഹിന്റ് ഉണ്ട്, മ്യൂട്ടേഷൻ, നാച്ചുറൽ സെലക്ഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, അക്വയർഡ് ക്യാരക്ടേഴ്സ്. ഇതിന്നാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഓവർ പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എന്താ? മ്യൂട്ടേഷൻ ആണോ? നാച്ചുറൽ സെലക്ഷൻ ആണോ? അതിന് മുന്നൊരു സംഭവം ഉണ്ട്. എന്ത്? സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. അപ്പൊ എ എന്താണ്? സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. ബി എന്താണ്? ഫേവറബിൾ, നോൺ ഫേവറബിൾ വേരിയേഷൻ ഒരു ഡിസ്ട്രോയ് ആവും. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫേവറബിൾ വേരിയേഷൻ ഉള്ള ആൾക്കാർക്കാണ് എന്ത് സംഭവിക്കുക? നാച്ചുറൽ സെലക്ഷൻ സംഭവിക്കുക. അപ്പൊ ബി അത് നാച്ചുറൽ സെലക്ഷൻ. ഓക്കെ, അത് തീരുമാനമായി. ഇനി നെക്സ്റ്റ് വൺ, അതിന്റെ ബി ക്വസ്റ്റ്യൻ, സോറി പുറത്തുണ്ട്. അതിന് ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ചൂസ് സ്യൂട്ടബിൾ ഹിൻസ് ഫ്രോം ദ ബോക്സ് ആൻഡ് ഫിൽ എ ആൻഡ് ബി. അതാണ് നമ്മൾ ചെയ്ത്. വിച്ച് തിയറീസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഫ്ലോ ചാർട്ട്. ഏതാണ് തിയറി? വെറും നാച്ചുറൽ സെലക്ഷൻ എഴുതിയ പോലെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എഴുതാം. ലിമിറ്റേഷൻ ഓഫ് നാച്ചുറൽ സെലക്ഷന്റെ തിയറി എന്താണ്? വേരിയേഷന്റെ റീസൺ എന്താണെന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റിയിട്ടില്ല. ചാൾസ് ഡാർവിന് could not explain the reason for variation. അതാണ് എന്റെ ആൻസർ. വേരിയേഷനുള്ള റീസൺ അദ്ദേഹത്തിന് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് അതിന്റെ ലിമിറ്റേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഗീവ് റീസൺ ഫോർ ദ ഫോളോയിങ്. തന്നിരിക്കുന്നതിനുള്ള റീസൺ. ദർ ഈസ് നോ വിഷൻ ഇൻ ബ്ലൈൻഡ് സ്പോട്ട്. ബ്ലൈൻഡ് സ്പോട്ടിൽ വിഷൻ ഇല്ല. കാരണം എന്താണ്? ഒപ്റ്റിക് നെർവ് ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ബ്ലൈൻഡ് സ്പോട്ട്. ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇല്ല എന്ന് പറയാം. ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആർ ആബ്സെന്റ്. ഇവിടെ എന്തില്ല? ഫോട്ടോ റിസെപ്റ്റേഴ്സ് എന്താണ്? ആബ്സെന്റ് ആണ്. പേഴ്സൺ വിത്ത് കളർ ബ്ലൈൻഡ്നെസ് ആർ നോട്ട് സെലക്ടഡ് ഫോർ ജോബ് ലൈക്ക് ദാറ്റ് ഓഫ് എ ഡ്രൈവർ, പൈലറ്റ് എക്സെട്ര. കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആൾക്കാരെ ഡ്രൈവറും പൈലറ്റ് ആവാൻ സെലക്ട് ചെയ്യില്ല. കാരണം എന്താണ്? കളർ ബ്ലൈൻഡ്നെസ്സിന് പ്രത്യേകത, ഗ്രീന് റെഡ് കളേഴ്സിനെ അവർക്ക് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ടാണ് ഗ്രീൻ റെഡ് കളേഴ്സിനെ ഗ്രീനും റെഡ് ഒരുമിച്ച് വന്നാൽ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റില്ല. ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ റിസൾട്ട് ഇൻ നൈറ്റ് ബ്ലൈൻഡ്നെസ്. വൈറ്റമിൻ എ ഉണ്ടാകുമ്പോൾ എന്താണ്? നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവില്ല. കാരണം റെറ്റിനയിലുള്ള 2 പിഗ്മെന്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, റെറ്റിനൽ പിഗ്മെന്റ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വൈറ്റമിൻ എ വേണം. അതില്ലാത്തവർക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ഓഫ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ ത്രൂ സിനാപ്സ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ്? ഇതാണ് ചിത്രം. വിച്ച് പാർട്ട് ഈസ് ഡിനോട്ടഡ് ആസ് എക്സ്. എക്സ് ആരാണെന്നാ പറഞ്ഞത്? എക്സ് ആരാണ്? സിനാപ്റ്റിക് നോബ്. വിച്ച് കെമിക്കലി സെക്രീറ്റഡ് ഫ്രം. എക്സ് സെക്രീറ്റ് ചെയ്യുന്നത് എന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്റർ. എക്സാമ്പിള് അസറ്റൈൽ കൊളൈൻ അല്ലെങ്കിൽ ഡോപ്പമൈൻ.
വൈ ഇമ്പൾസസ് ട്രാവൽ ഓൺലി ഫ്രം എക്സ് ടു വൈ. എക്സ് ടു വൈ എന്തുകൊണ്ടാണ്? ഒരു ആക്സോണിന്റെ അങ്ങേ അറ്റത്തുള്ള ആളാണ് സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബിന്ന് പിന്നെ അടുത്ത ഡെൻഡ്രൈറ്റിക് അല്ലേ പോവാൻ പറ്റുള്ളൂ. യെസ്. എന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രേറ്റഡ് ഫ്രം ദ സിനാപ്റ്റിക് നോബ് സ്റ്റിമുലേറ്റ് ദ അഡ്ജസന്റ് ഡെൻഡ്രൈറ്റ് ഓർ സെൽ ആൻഡ് ന്യൂ ഇലക്ട്രിക് ഇമ്പൾസ് ആർ ജനറേറ്റഡ്. ഈ മറ്റേ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് എന്ത് ചെയ്യുന്നത്? ഇത് ഇമ്പൾസിനെ അവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്നത്. അങ്ങനെ അവിടേക്ക് എത്തുള്ളൂ. ഈ മറ്റേ അസറ്റൈൽ കൊളൈൻ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്ക്രിപ്റ്റേഴ്സ് സിനാപ്റ്റിക് നോബിന്ന് സെക്രീറ്റ് ചെയ്യണം അല്ലെ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Analyze the given stages in the process of detecting smell and write in sequential order. Sequential orderൽ അറേഞ്ച് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. എന്താണ് ഫസ്റ്റ് വൺ? എക്സ്പീരിയൻസ് സ്മെൽ. അത് ലാസ്റ്റ് ആയിരിക്കില്ല എന്തായാലും. എന്താണ് ലാസ്റ്റ് ആണ് സ്മെൽ എക്സ്പീരിയൻസ് ചെയ്യുക? ആരോമാറ്റിക് പാർട്ടിക്കിൾ എൻ്റർ ദ നോസ്ട്രൽ, ജനറേറ്റ് ഇമ്പൾസ്, സ്റ്റിമുലേറ്റ് ദ ഓൾഫാക്ടറി റിസെപ്റ്റർ. ദീസ് ആരോമാറ്റിക് പാർട്ടിക്കിൾ ഡിസോൾവ് ഇൻ മ്യൂക്കസ്, ഇമ്പൾസ് റീച്ച് ബ്രെയിൻ. അപ്പൊ എന്താ ഫസ്റ്റ് എന്താ? ആരോമാറ്റിക് പാർട്ടിക്കിൾ എൻ്റർ, മൂക്കിക്ക് കയറുന്നതാണല്ലേ ഫസ്റ്റ് വൺ. ഒന്ന്. സെക്കൻഡ് വൺ എന്താ? ആരോമാറ്റിക് മ്യൂക്കസില് നോസ്ട്രലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് എവിടെ എത്തും? മ്യൂക്കസില്. ദീസ് ആരോമാറ്റിക് പാർട്ടിക്കിൾസ് ഡിസോൾവ് ഇൻ ദ മ്യൂക്കസ്. പിന്നെന്താ? മ്യൂക്കസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഓൾഫാക്ടറി റിസെപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. സ്റ്റിമുലേറ്റ് ദ ഓൾഫാക്ടറി റിസെപ്റ്റർ. അങ്ങനെ സ്റ്റിമുലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്തായി? ഇമ്പൾസ് ജനറേറ്റ് ആയി. ഇമ്പൾസ് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്തായി? ആ ഇമ്പൾസ് എവിടെ എത്തി? ബ്രെയിനിലെത്തി. ഇവിടെ 4, 5. പിന്നെ സ്മെല്ല് എക്സ്പീരിയൻസ് ചെയ്തു. ഓക്കെ. നെക്സ്റ്റ് വൺ 16. അനലൈസ് ഗിവൺ ടേബിൾ ആൻഡ് അറേഞ്ച് കോളംസ് ബി ആൻഡ് സി. എന്താ? ട്യൂബർകുലോസിസ്, ഹെപ്പറ്റൈറ്റിസ്, മലേറിയ. ട്യൂബർകുലോസിന്റെ സിംറ്റം എന്താ? ചുമയാണ് അല്ലേ? എവിടെ? ഹൈ ഫീവർ വിത്ത് ഷിവറിങ് ആൻഡ് പ്രൊഫ്യൂസിങ് സ്വെറ്റിംഗ്, ഹെഡേക്ക്, വോമിറ്റിംഗ്, ഡയറിയ ആൻഡ് അനീമിയ അല്ല. ഡാർക്ക് യെല്ലോ കളർ ടു ദ മ്യൂക്കസ് മെംബ്രെയിൻ, വൈറ്റ് പോർഷൻ ഓഫ് ഐസ് ആൻഡ് നെയിൽസ് അല്ല. ലോസ് ഓഫ് ബോഡി വെയിറ്റ്, ഫെറ്റിഗ് ആൻഡ് പെർസിസ്റ്റന്റ് കഫ്. ട്യൂബർകുലോസിസ് പറഞ്ഞാൽ എന്താണ്? ചുമ, ക്ഷയാണല്ലേ, കഫ്. അതിന്റെ ട്രാൻസ്മിഷൻ എങ്ങനെയാ? വെൻ ദ പേഷ്യന്റ് സ്പീക്ക്, കഫ് ഓർ സ്നീസ്. അതൊക്കെ. ഹെപ്പറ്റൈറ്റിസ് എന്താ? ഹെപ്പറ്റൈറ്റിസിന്റെ പ്രത്യേകത എന്താ? ഡാർക്ക് യെല്ലോ കളർ ടു ദ മ്യൂക്കസ് മെംബ്രെയിൻ അല്ലെ? മ്യൂക്കസ് മെംബ്രെയിൻ ഡാർക്ക് യെല്ലോ കളറാണ്. വൈറ്റ് പോർഷൻ ഓഫ് ഐസ് ആൻഡ് നെയിൽസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് എങ്ങനെ പകരുക? കണ്ടാമിനേറ്റഡ്, മഞ്ഞപ്പിത്താണ് ഈ കണ്ടാമിനേറ്റഡ് ഫുഡ്, വാട്ടർ ഒക്കെ വഴി. മലേറിയ ആണെങ്കിൽ എന്താണ്? ഹൈ ഫീവർ. മലേറിയ പകർത്തുന്നത് ആരാണ്? കൊതുക്, ക്യൂലെക്സ്. അത് ഓക്കെ. നെക്സ്റ്റ് വൺ. അനലൈസ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. The basis of blood grouping is the presence of antigen A and antigen B in red blood cells. ആണല്ലോ. ഓക്കെ. According to this, how many blood groups are there? ഇതിനനുസരിച്ച് എത്ര ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്? ABO. റൈറ്റ് ദി ആന്റിജൻ ആൻഡ് ആന്റിബോഡി ഓഫ് ഈച്ച് ഗ്രൂപ്പ്. നമ്മൾ ആന്റിജൻ ആന്റിബോഡി ടേബിൾ ഒക്കെ ടെക്സ്റ്റിൽ പഠിച്ചാൽ അത് അതേപോലെ പഠിക്കുക. ABO ഉണ്ട്. എന്റെ ആന്റിജൻ A, ആന്റിബോഡി B, ബിന്റെ ആന്റിജൻ B, ആന്റിബോഡി A, ബിന്റെ ആന്റിജൻ AB, ആന്റിബോഡി ഇല്ല. ഇവിടെ ആന്റിജൻ ഇല്ല, ആന്റിബോഡി AB. ഓക്കെ. Next question. Some of the features of the nucleic acid and their constants are given below. Arrange them in table. DNA ഉണ്ട്, RNA ഉണ്ട്. DNA RNA കോൺസ്റ്റന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അത് ടേബിൾ ആക്കി എഴുതാൻ. ഫസ്റ്റ് വൺ റൈബോസ് ഷുഗർ ആണ്. റൈബോസ് ഷുഗർ അതാരാണ്? RNA ആണ്. അപ്പൊ റൈബോസ് ഷുഗർ. പിന്നെന്താ ഉള്ളത്? പിന്നെ ആരാണ്? യുറാസിലും RNA ആളാണ്. ഡിയോക്സി റൈബോസ് ഷുഗർ ആണ് ഇയാള്. അപ്പൊ ഇത് അവിടെ എഴുതാ. ഡിയോക്സി റൈബോസ് ഷുഗർ. അടുത്തെന്താണ്? ഡബിൾ ഹെലിക്കൽ ആരാണ്? DNA ആണ് ഡബിൾ ഹെലിക്കല്. പിന്നെ സിംഗിൾ സ്ട്രാൻഡഡ് ആരാണ്? RNA ആണ് സിംഗിള്. തൈമിന് എവിടെയാണുള്ളത്? DNA-ലാണുള്ളത്. ഓക്കെ. അപ്പൊ അതും തീരുമാനമായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനിയുള്ളതൊക്കെ 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളെ ലാസ്റ്റ് വരുന്നത് 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ. The function of regulating the level of calcium in the blood is illustrated. Analyze it and answer. കാൽഷ്യം റെഗുലേഷൻ ആണ് ഇപ്പൊ തന്നിട്ടുള്ളത്. ബ്ലഡ് ബോൺ അല്ലെ?
വിച്ച് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ദ ഹോർമോൺ ഇൻഡിക്കേറ്റഡ് ആസ് എക്സ്? ബ്ലഡിന്ന് ബോണിക്ക് പോണമെങ്കിൽ അതാരാണ്? ബ്ലഡിന്ന് ബോണിക്ക് കൊണ്ടുപോകുന്ന ആളാരാണ്? കാൽസ്യത്തിന് കാൽസിറ്റോണിൻ. കാൽസിറ്റോണിൻ ആണിത്. ഈ കാൽസിറ്റോണിൻ സെക്രീറ്റ് ചെയ്യുന്നത് ആരാന്നാ ചോദിക്കുന്നത്. വിച്ച് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ദ ഹോർമോൺ? ആരാ? തൈറോയിഡ് ഗ്ലാൻഡ്. വിച്ച് ഹോർമോൺ ഈസ് വൈ? വൈ ഏതൊന്ന് കാൽസിറ്റോണിൻ ആണെങ്കിൽ മറ്റേത് ആരാണ്? പാരാത്തോർമോൺ ആണ് വൈ. റൈറ്റ് ഡൗൺ ദ അതർ ഫംഗ്ഷൻ ഓഫ് ദീസ് ഹോർമോൺസ്. ഈ രണ്ട് ഹോർമോൺസിന്റെ ഫംഗ്ഷൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ്? റൈറ്റ് ഡൗൺ ദ അതർ ഫംഗ്ഷൻ ഓഫ് ദീസ് ഹോർമോൺസ്. കാൽസിറ്റോണിൻ കാൽഷ്യം റെഗുലേഷൻ, പാരാത്തോർമോൺ ആണെങ്കിൽ മറ്റൊരു രണ്ടുപേരെ മറ്റൊരു കോമൺ ഫംഗ്ഷൻ പറഞ്ഞ റീഅബ്സോർബ് കാൽഷ്യം ഫ്രം കിഡ്നി ആൻഡ് ബ്ലഡ് ആണ്. അങ്ങനെ എഴുതിയാൽ മതി. റീഅബ്സോർബ് കാൽഷ്യം ഫ്രം കിഡ്നീസ് ടു ബ്ലഡ്. കിഡ്നീസിലുള്ള കാൽഷ്യം കൂടെ ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് സ്ട്രാറ്റജീസ് ഓഫ് ഡിഫൻസ്. ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യണം. ഫാഗോസൈറ്റോസിസ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ആരൊക്കെ ന്യൂട്രോഫില് മോണോസൈറ്റ് ഒക്കെ ഫാഗോസൈറ്റോസിസ് ചെയ്യുന്നു, എൻഗൾഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഫീവർ എന്താണ്? പൈറോജൻസ് എന്ന് പറഞ്ഞ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. നോർമൽ ബോഡി ടെമ്പറേച്ചർ 337 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കൂടുതൽ ആവുമ്പോഴാണ് ഫീവർ ആവുന്നത്. പൈറോജൻ സെക്രീറ്റ് ചെയ്യുന്നു. പൈറോജൻ ബ്രെയിനിന് ടെമ്പറേച്ചർ കൂട്ടാൻ സഹായിക്കുന്നു. വൂണ്ട് ഹീലിംഗ് ഉണ്ട്. വൂണ്ട് ഹീലിംഗ് കണക്റ്റീവ് ടിഷ്യൂസ് വന്ന് വൂണ്ട് ഹീൽ ചെയ്യുമ്പോൾ സ്കാർ ഉണ്ടാവുന്നു. കണക്റ്റീവ് ടിഷ്യൂസ് അല്ലാതെ ആരെങ്കിലും വന്ന് വൂണ്ട് ഹീൽ ചെയ്താൽ, നോർമൽ ടിഷ്യൂസ് ആണെങ്കിൽ സ്കാർ ഉണ്ടാവില്ല എന്ന് പറയാം. ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പ്രോത്രോംബിൻ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെ. പ്രോത്രോംബിൻ, ത്രോംബോപ്ലാസ്റ്റിൻ എന്റെ കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ. കണ്ടത് റിപ്പീറ്റ് ആയിട്ട് കേട്ടിട്ടുണ്ടെന്ന് അർത്ഥം എന്താണ്? അപ്പൊ എന്തായാലും പഠിക്കണം എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വിട്ടത് കേട്ടോ. നെക്സ്റ്റ് വൺ, റീഡ്രോ ദ ഡയഗ്രാം. ഒരുപാട് പേര് ചെയ്യാത്ത കാര്യം നിങ്ങൾ 10ാം ക്ലാസ് വരെ ഏതാണ്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. റീഡ്രോ എന്ന് പറഞ്ഞാൽ റീഡ്രോ ചെയ്യണം. റീഡ്രോ ചെയ്യാൻ എത്ര മാർക്കാണ്? 1 മാർക്കാണ്. ആ ചിത്രം അതേപോലെ എടുത്ത് വരയ്ക്കുക. ലേബൽ ദ പാർട്ട് വിത്ത് ദെയർ നെയിംസ്. റീഡ്രോ ദ ഡയഗ്രാം ഏതൊക്കെ പാർട്ടാണ് ലേബൽ ചെയ്യേണ്ടതെന്ന് അവരെന്നെ പറഞ്ഞിരുന്നുണ്ട്. ഒന്ന് എന്താണ്? ദ പാർട്ട് ദാറ്റ് ക്യാരി സിമ്പിൾസ് ഔട്ട് ഓഫ് ദ സെൽ ബോഡി. സെൽ ബോഡിന്ന് പുറത്തേക്ക് ഇമ്പൾസ് ക്യാരി ചെയ്യുന്നത് ആരാണെന്നാ പറയുന്നത്. ആരാണ്? ദ പാർട്ട് ദാറ്റ് ക്യാരി സിമ്പിൾസ് ഔട്ട് ഓഫ് ദ സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക്. സെൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക്. ഇവിടെ നിന്ന് ഇതാണ് സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് ക്യാരി ചെയ്യുന്നത് ആരാ? ഈ വള്ളിയാണ്. അതാരാ? ആരാണ്? ആക്സോൺ എന്ന് കൊടുക്കുക. ദ പാർട്ട് ദാറ്റ് റിസീവ് മെസ്സേജ് ഫ്രം അഡ്ജസെന്റ് ന്യൂറോൺ. അപ്പുറത്തെ ന്യൂറോണിന് മെസ്സേജ് റിസീവ് ചെയ്യുന്നത് ആരാണ്? ഇയാളാണ്. ഇതാരാണ്? ഡെൻഡ്രൈറ്റ് ആണ്. പിന്നെയുള്ള എന്താ? ദ പാർട്ട് ദാറ്റ് ക്യാരീസ് ഇമ്പൾസ് ടു സെൽ ബോഡി. സെൽ ബോഡിയിലേക്ക് ഇമ്പൾസ് ക്യാരി ചെയ്യുന്നത് ആരാണ്? ഡെൻഡ്രൈറ്റ്. പിന്നെ ആരടുത്തേക്കാ പോകുക? ഡെൻഡ്രോൺ. സി ആണ് ഡെൻഡ്രോൺ. ക്വസ്റ്റ്യൻ നന്നായി തിരിച്ചും മറിച്ചും ചിലപ്പോൾ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കിക്കാനായിട്ട് ചോദിക്കും. വീണ്ടും 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 വായിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐന്റെ ഒരു സ്ട്രക്ചർ തന്നിട്ടുണ്ട്. റീഡ്രോ ദ ഡയഗ്രാം, നെയിം ആൻഡ് ലേബൽ ദ പാർട്സ് ഇൻഡിക്കേറ്റഡ് ബിലോ. കണ്ടോ? റീഡ്രോ ഉണ്ട്. റീഡ്രോ ചെയ്യാൻ 1 മാർക്കുണ്ട്. പ്രത്യേകം പറഞ്ഞിട്ട് ആ ചിത്രം എടുത്ത് റീഡ്രോ ചെയ്യുക. ഇനി ഫസ്റ്റ് വന്നിട്ടുള്ളത് എന്താണ്? എ, ദ ട്രാൻസ്പെറന്റ് ആന്റീരിയർ പാർട്ട് ഓഫ് ദ സ്ക്ലീറ. സ്ക്ലീറന്റെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ആന്റീരിയർ പാർട്ട് ഇതാണ്. അതാരാ? കോർണിയ. നെക്സ്റ്റ് വൺ, ദ പോയിന്റ് ഓഫ് മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി. ഏറ്റവും കൂടുതൽ നല്ല വൃത്തിക്ക് ക്ലാരിറ്റിയിൽ കിട്ടുന്നത് എവിടെയാണ്? ഇവിടെയാണ്. യെല്ലോ സ്പോട്ട്. ഫോട്ടോ റിസപ്റ്റർ ഒക്കെ ഉള്ള സ്ഥലം അല്ലെ. ട്രാൻസ്മിറ്റ് ഇമ്പൾസ് ടു വിഷ്വൽ സെന്റർ ഓഫ് ദ നെർവ്. ബ്രെയിനിന്റെ വിഷ്വൽ സെന്റർക്ക് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആളാണ് ആര്? ഇയാള്. ആരാണത്? ഒപ്റ്റിക് നെർവ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഇല്ലസ്ട്രേഷൻ ഓഫ് ഹോർമോണൽ ഡിസോർഡർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഓവർ പ്രൊഡക്ഷൻ. ഗ്രോത്ത് ഫേസിൽ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടായാൽ, ഗ്രോത്ത് ഹോർമോണ് ഗ്രോത്ത് ഫേസിൽ ഓവർ പ്രൊഡക്ഷൻ വന്നാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ആഫ്റ്റർ. ഗ്രോത്ത് ഫേസിലാണെങ്കിൽ അത് ജൈജാൻറ്റിസം ആണ് അല്ലെ. ഗ്രോത്ത് ഫേസിന് ശേഷമാണെങ്കിൽ അത് എന്തായിട്ട് മാറും? അക്രോമെഗലി അല്ലെ. മറ്റേ ജൈജാൻറ്റിസം അക്രോമെഗലി. അടുത്തത് എന്താണ്? ഐഡന്റിഫൈ ദ ഇവിടെ കറക്റ്റ് പറയുന്നത് നെയിം ദ ഹോർമോൺ ഇൻഡിക്കേറ്റഡ് ആസ് എക്സ്.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദ്യം നോക്കി വായിക്കട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നെയിം ദ ഹോർമോൺ ഇൻഡിക്കേറ്റഡ് ആസ് എക്സ്. എക്സ് ആരാണെന്നാ ചോദിക്കുന്നത്. ഇതാരാ? സൊമാറ്റോട്രോപ്പിൻ. സൊമാറ്റോട്രോപ്പിൻ. ഐഡന്റിഫൈ ഡിസോർഡർ. എയും ബിയും നമ്മൾ കണ്ടുപിടിച്ചു. ഏ ജൈജാൻഡിസം, മറ്റേത് അക്രോമെഗലി എന്ന് പറഞ്ഞിട്ട് എ ബി എടുത്തിട്ട് അത് എഴുതാം. വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് എ ബി? ജൈജാൻഡിസത്തിന്റെ ഇതിന്റെയും സിംറ്റംസ് എന്താണ്? എക്സസീവ് ഗ്രോത്ത്. പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ജൈജാൻഡിസം ആണെങ്കിൽ എക്സസീവ് ഗ്രോത്ത് ആണ്. അക്രോമെഗലി ആണെങ്കിൽ എന്താണ്? എക്സ്ട്രാ ഗ്രോത്ത് ഓഫ് ബോൺസ് ഓൺ ഫേസ്, ജോ, ഹാൻഡ്സ്, ഫുട്ട്. അതാണ് അവിടെ പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബ്രെയിൻ തന്നിട്ടുണ്ട്. പാർട്ട് ദാറ്റ് റീഡ്രോ തന്നിട്ടുണ്ട്. റീഡ്രോ വരയ്ക്കുമ്പോൾ തന്നെ അപ്പൊ തന്നെ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. പിന്നെ ഓരോന്നിനും ഓരോ മാർക്കാണ് കിട്ടുക. ഫസ്റ്റ് വൺ, പാർട്ട് ദാറ്റ് കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻ. ഇൻവോളണ്ടറി ആക്ഷൻ കൺട്രോൾ ചെയ്യുന്ന ആളെ ആരാണ് നമ്മൾ പറഞ്ഞ? ആരാ? മെഡുല ഒബ്ലോങ്കേറ്റ. ഇതാണ് മെഡുല ഒബ്ലോങ്കേറ്റ. മെഡുല ഒബ്ലോങ്കേറ്റ എന്ന് പറയാം. പിന്നെ പാർട്ട് ദാറ്റ് ഇവോക്ക് സെൻസേഷൻസ് ഒക്കെ കിട്ടുന്നത് എവിടെ നിന്നാണ്? ബി എന്നിട്ടിട്ട് സെറിബ്രം. ബി എന്നിട്ടിട്ട് തന്നെ എഴുതട്ടോ. സെറിബ്രം എന്ന് വെറുതെ സെറിബ്രം എന്ന് എഴുതിക്കരുത്. പാർട്ട് ദാറ്റ് റിസീവ് ഇമ്പൾസ് ഫ്രം വെസ്റ്റിബുലാർ നെർവ്. വെസ്റ്റിബുലാർ നെർവ് ഇമ്പൾസ് കിട്ടുന്ന ആളാണ് സി. സെറിബെല്ലം. സി എന്നിട്ട് എഴുതുക. വെറുതെ സെറിബെല്ലം മെഡുല ഒബ്ലോങ്കേറ്റ എന്ന് എഴുതുക. ടീച്ചർക്ക് മനസ്സിലാവില്ല. മനസ്സിലായാലും മാർക്ക് ഇട്ട് തരില്ല. എന്ത് ചെയ്യണം? അത് ഏതിന്റെ ആൻസർ ആണെന്ന് കറക്റ്റ് എഴുതുക. എ ബി സി എന്നിട്ടിട്ട് തന്നെ മാർക്ക് ചെയ്യുക. ഓക്കെ, എല്ലാ മാർക്കിങ്ങിലും അത് ശ്രദ്ധിക്കുക എല്ലാവരും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അനലൈസ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇതെന്താണ്? ഫോട്ടോട്രോഫിസം അല്ലെ? ആ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഓക്സിന്റെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ആണ് ദ ഡയഗ്രാം ഷോസ് മൂവ്മെന്റ് ഓഫ് എ ഹോർമോൺ. ഐഡന്റിഫൈ ദ ഹോർമോൺ ആൻഡ് ദ പ്ലാന്റ് മൂവ്മെന്റ്. ഹോർമോണിന്റെ പേരും ആ ഹോർമോൺ കാരണം ഉണ്ടാവുന്ന പ്ലാന്റ് മൂവ്മെന്റ് ആണ്. ഹോർമോൺ ഏതാണ്? ഓക്സിൻ ആണ്. ഹോർമോൺ ഇട്ടിട്ട് ഹൈഫൺ ഇട്ടിട്ട് ഓക്സിൻ എഴുതുക. പ്ലാന്റ് മൂവ്മെന്റ് ഇട്ടിട്ട് ഹൈഫൺ ഇട്ടിട്ട് ആ പ്ലാന്റ് മൂവ്മെന്റിന്റെ പേരാണ് എന്ത്? ഫോട്ടോട്രോപ്പിസം. ലൈറ്റിനനുസരിച്ചുള്ള മൂവ്മെന്റ്, ഫോട്ടോട്രോപ്പിസം. ഹൗ ഡസ് ദിസ് മൂവ്മെന്റ് ബി പോസിബിൾ? ഇതെങ്ങനെയാണ് പോസിബിൾ ആവണമെന്നാണ്. എന്താണ്? ഓക്സിൻ ഹാവ് എ ടെൻഡൻസി ടു സ്റ്റേ അവേ ഫ്രം ലൈറ്റ്. ഓക്സിൻ എന്താണ്? സ്റ്റേ അവേ. ലൈറ്റ് വേണ്ട, സ്റ്റേ അവേ ഫ്രം ലൈറ്റ്. വെൻ ലൈറ്റ് ഫോൾസ് ഓൺ ദ സ്റ്റെം ഫ്രം ഓൺലി വൺ ഡയറക്ഷൻ, ഓക്സിൻ മൂവ്സ് ടു ദ ഓപ്പോസിറ്റ്. ഒരു സൈഡിൽ മാത്രം വന്ന ഓക്സിൻ മൂവ് ടു ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. There oxygen combines with the hormone receptors in the cells to form hormone receptor complex, and as a result changes occur in cellular activity. Cells on the shaded side elongated and the part where a cell elongated occurs bend towards opposite side. Shaded side ഉള്ളത് elongate ചെയ്യുന്നു, ബാക്കി opposite sideക്ക് മരം ചെരിഞ്ഞ് വളർന്ന കാര്യം പറയാം. ഈ ചിത്രം എന്താ? അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന്റെ ബി ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് ദ ഫിഗർ ഷോസ് എ ഡിസോർഡർ റിലേറ്റഡ് ടു സെക്രീഷൻ ഓഫ് എ ട്രോപ്പിക് ഹോർമോൺ. ഇതേതാ? ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണ് അത്. അക്രോമെഗലിയാണ്. ഐഡന്റിഫൈ ദ ഹോർമോൺ ആൻഡ് നെയിം ദ ഹോർമോൺ. അക്രോമെഗലി നമ്മൾ നേരത്തെ പറഞ്ഞ ഹോർമോൺ ഏതാ? സൊമാറ്റോട്രോപ്പിൻ അഥവാ ഗ്രോത്ത് ഹോർമോൺ ആണ്. മെൻഷൻ ഡിസോർഡേഴ്സ് കോസ്ഡ് ബൈ ഇറ്റ്സ് ഇംബാലൻസ് ആൻഡ് ദെയർ സിംറ്റംസ്. ഈ സൊമാറ്റോട്രോപ്പിന്റെ ഇംബാലൻസ് കണ്ടുണ്ടാവുന്ന ഡിസോർഡേഴ്സിന്റെ ഒക്കെ പേരും ഒരു സിംറ്റമും. 3 ഡിസോർഡർ ഉണ്ടല്ലോ, 3 മാർക്കല്ലേ? ഏതൊക്കെയാണ്? അക്രോമെഗലി, ജൈജാൻഡിസം, ഡ്വാർഫിസം. ഓരോത്തിന്റെ ഡ്വാർഫിസം പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഗ്രോത്ത്, മറ്റേതാണെങ്കിൽ ഇലോങ്ങേറ്റഡ് അല്ലെങ്കിൽ എക്സസീവ് ബോഡി ഗ്രോത്ത്. അക്രോമെഗലി ആണെങ്കിൽ എക്സസീവ് ഗ്രോത്ത് ഓഫ് ബോഡി പാർട്സ് സച്ച് ആസ് പാം, ഫൂട്ട് ആൻഡ് ജോ എന്നൊക്കെ പറയാം. ഓക്കെ, നെക്സ്റ്റ് ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിൽ. എന്താണ്? എക്സാമിൻ ദി ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ദെയർ റോൾ ഇൻ റെഗുലേറ്റിംഗ് വാട്ടർ ബാലൻസ് ഇൻ ബോഡി ഡ്യൂറിങ് സമ്മറിലും വിന്ററിലുള്ള വാട്ടർ ബാലൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ? ഒരു ഡയഗ്രം ഒക്കെ ഞാൻ റിവിഷൻ ക്ലാസ് കണ്ടവർക്ക് മനസ്സിലാവും. നമ്മളൊരു ഡയഗ്രം ഒക്കെ വരച്ചിട്ട് ഈസിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഡയഗ്രം വരച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ ഏറ്റവും ഈസി മാർക്ക് കിട്ടാനുള്ള വഴി ആ ഡയഗ്രം ഞാൻ വരച്ച പ്രസന്റേഷനിലെ ഡയഗ്രം അതേപോലെ വരയ്ക്കുക. എന്നിട്ട് അതിന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തും കൂടി എഴുതുക. കമ്പൽസറി ആയിട്ട് ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ആ ഡയഗ്രത്തിൽ നമ്മൾ പറയേണ്ട എക്സസീവ് ഹീറ്റ് വരും സമ്മറിൽ. ഹീറ്റും സ്വെറ്റും വഴി എന്ത് സംഭവിക്കും? ഡീഹൈഡ്രേഷൻ സംഭവിക്കും. ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഡീഹൈഡ്രേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാസോപ്രസിന്റെ അളവ് കൂടും. വാസോപ്രസിന്റെ അളവ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? റീഅബ്സോർപ്ഷൻ
ഇൻ കിഡ്നി. ഞാനത് കംപ്ലീറ്റ് എഴുതുന്നില്ല കേട്ടോ. റീഅബ്സോർപ്ഷൻ കിഡ്നിയിൽ റീഅബ്സോർപ്ഷൻ ഉണ്ടാവുന്നു. അങ്ങനെ എന്ത് ചെയ്തു, കോൺസെൻട്രേറ്റഡ് യൂറിൻ എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, ലെസ് യൂറിൻ എന്നും പറയാം. അങ്ങനെയാണ് വാട്ടർ ബാലൻസ് ഉണ്ടാകുന്നത്. വിന്ററിലാണെങ്കിൽ ആ ഡീഹൈഡ്രേഷൻ വഴി വാട്ടർ ലോസ് കുറവായിരിക്കും. അങ്ങനെ വാട്ടർ ലോസ് കുറവായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണ്ട, യൂറിന്റെ അളവ് കൂടുതലായിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സമ്മറും വിന്ററും ഉണ്ട്. അപ്പൊ സമ്മറും വിന്ററും ഞാനിപ്പോ നേരത്തെ റിവിഷൻ ക്ലാസ് എടുത്തതിൽ കറക്റ്റ് ആൻസർ നമ്മൾ ഡയഗ്രാമായിട്ട് പറഞ്ഞിട്ട് അത് വരച്ചു വെച്ചാൽ തന്നെ മാർക്ക് കിട്ടും. ഹൈപ്പോതലാമസിന്റെ ഫംഗ്ഷൻ ആണെങ്കിൽ എന്താണ്, ഫംഗ്ഷൻ എന്ന് പറയുന്നത് വാസോപ്രസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് ഹൈപ്പോതലാമസ്. അത് എഴുതിയാൽ മതി. വാസോപ്രസിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹൈപ്പോതലാമസ്. അപ്പൊ ഇത്രയാണ് ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ നമ്മൾ ഇന്ന് ഓൾമോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. ഇനി അല്ല ഇത് പഠിച്ചു കഴിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കണ നല്ല വൃത്തിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാം. നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. 6 ചാപ്റ്ററിന്റെ റിവിഷൻ ഉണ്ട്. ആ റിവിഷൻ കണ്ടിട്ട് ഈ വീഡിയോ കണ്ടവർക്ക് തന്നെ മനസ്സിലാവും എത്ര യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്നു ഈ സംഭവം. കാരണം നമ്മൾ ഇന്ന് പറഞ്ഞ എല്ലാ ടോപ്പിക്സും നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്, ഇതൊക്കെ വരാൻ നല്ല സാധ്യത ഉണ്ടെന്നാണ്. അപ്പൊ ആ റിവിഷൻ ക്ലാസ് നല്ല വൃത്തിക്ക് കണ്ടിട്ട് ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പൊ ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റ് വഴി അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക. നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ്, നമ്മൾ പറയുന്നതിൽ സ്പീഡ് കൂടുതൽ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ റിവ്യൂസ് അറിയിക്കുക. നിങ്ങളെ റിവ്യൂസ് ആണ് നമുക്ക് എൻകറേജ്മെന്റ്. അപ്പൊ എല്ലാവർക്കും നന്നായി ബയോളജി എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.